കഴിഞ്ഞ വർഷം ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി ഓഫീസിൽ വന്നു. അവർക്ക് താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമുള്ള ഒരു വീടാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം അവരുടെ പ്ലോട്ടൊക്കെ പോയി കണ്ട് വീട്ടുകാരെല്ലാവരുമായി സംസാരിച്ച് അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കി ഒരു പ്ലാൻ ഞങ്ങൾ വരച്ചു കൊടുത്തു. ചെറിയ മാറ്റങ്ങളോടുകൂടി അത് ഫൈനൽ ചെയ്തു. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടായിരുന്നു. അങ്ങനെ അതിന്റെ നിർമ്മാണത്തിന്റെ കാര്യങ്ങളിലേക്ക് കടന്നു. അതിന്റെ തുകയെല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഓഫീസിൽ വന്നു. ആ പ്ലാൻ അവരൊരു പണിക്കരെ കാണിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കുറെ ചേഞ്ചസ് അതിനകത്ത് വരുത്തി. എല്ലാ റൂമുകളുടെ അളവുകൾ മാറ്റങ്ങൾ വരുത്തി. ചെറിയ മാറ്റങ്ങളൊന്നുമല്ല, വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ഞങ്ങള് സ്റ്റെയർ കേസ് 1 മീറ്റർ വീതിയിലായിരുന്നു വരച്ചു കൊടുത്തിരുന്നത്. അത് അദ്ദേഹം 72 സെന്റിമീറ്റർ ആക്കി കുറച്ചു. അതായത് 2.5 അടി പോലും ഇല്ല. യഥാർത്ഥത്തിൽ ഞങ്ങള് ഈ പാർട്ടിയുടെ ആവശ്യം അനുസരിച്ചുള്ള അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനായിരുന്നു വരച്ച് ഇരു കൂട്ടരും സംബന്ധിച്ച് മുന്നോട്ട് പോയത്. പിന്നെ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനത്തെ മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ പ്ലാനിൽ മാറ്റം വരുത്താൻ ഭയമാണ്. ഞങ്ങൾ തന്നെ നിർമ്മിച്ചു കൊടുക്കണമെന്ന് അവർക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഓഫീസിൽ വന്നത്. എന്നാൽ ഞങ്ങൾ അത് നിർമ്മിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവായി. കാരണം അത് ഞങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നീട് അവിടെ പല കഞ്ചക്ഷനും കാര്യങ്ങളും സൗകര്യക്കുറവും ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അത് ഞങ്ങൾ പണിതാണെന്ന് പറയുകയും അത് ഞങ്ങൾക്ക് വിരുദോഷം ഉണ്ടാകുകയും ചെയ്യും. അവിടെ ഈ അളവുകൾ പറഞ്ഞു കൊടുത്ത പണിക്കരക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് ഒഴിവാക്കിയത്. ഞാൻ ഷാജി പി ഡി, കോഴിക്കോട്. കെട്ടിട നിർമ്മാണം, അനുബന്ധ മേഖലകൾ, മെറ്റീരിയൽ, സേവനങ്ങൾ, ട്രെൻഡുകൾ, അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. റൂമുകളുടെയും വീടിന്റെയും അളവുകൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? അത് ആരാണ് നിശ്ചയിക്കുന്നത്? ആർക്കിടെക്ട് ആണോ, എഞ്ചിനീയർ ആണോ, വാസ്തുവിന്റെ ആളുകളാണോ, അതോ ഉടമയുടെ ആവശ്യങ്ങളാണോ? പണ്ടത്തെ തറവാട് വീടുകളുടെയും നാലുകെട്ടുകളുടെയും ഒക്കെ റൂമുകൾ ചെറുതായിരുന്നു, പ്രത്യേകിച്ച് ബെഡ്റൂമുകളൊക്കെ. അവിടുത്തെ കട്ടിലൊക്കെ നമുക്ക് നോക്കി അറിയാം, 4 അടി വീതിയേ ഉണ്ടാവാറുള്ളൂ. മൈസൂർ പാലസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിൽ വരെ 4 അടി വീതിയുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള തറവാടുകളിൽ താമസിച്ചിരുന്ന ആളുകള് വളരെ സമ്പൽ സമൃദ്ധിയിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഈ അളവുകളാണ് അതിന്റെ ആധാരം എന്ന് വിചാരിച്ച് പല ആളുകളും ഇപ്പോഴും ബെഡ്റൂമുകളുടെയൊക്കെ അളവുകൾ പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ ചെറിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും അങ്ങനെയുള്ള പഴയ തറവാടുകളുടെ ഒക്കെ കോമൺ ഏരിയകൾ വളരെ വിശാലമായിരുന്നു. എന്നാൽ ഇപ്പൊ ഈ കണക്കുകൾ കൊടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള വലുപ്പങ്ങൾ ഒരിടത്തും ചെയ്തു കാണുന്നില്ല. റൂമുകളുടെ അളവുകൾ തീരുമാനിക്കേണ്ടതിന്റെ അടിസ്ഥാനം എന്താണ്? വീട്ടുകാരുടെ ആവശ്യങ്ങൾ, പ്ലോട്ടിന്റെ സൈസ്, ഷേപ്പ്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ, ബജറ്റ് എന്നിവയാണ് പ്രധാനമായിട്ടും റൂമുകളുടെ അളവുകൾ അല്ലെങ്കിൽ വീടിന്റെ അളവുകൾ തീരുമാനിക്കേണ്ട അടിസ്ഥാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടുകാരുടെ ആവശ്യങ്ങളാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വീട്ടുകാരുടെ എണ്ണം, അവരുടെ പ്രായം, ഓഫീസ് റൂം വേണോ, ഫോയർ വേണോ, 2 കിച്ചൺ വേണോ, ഫാമിലി ലിവിംഗ് വേണോ, കോമൺ ടോയ്ലറ്റ് വേണോ, ഹോം തിയേറ്റർ വേണോ, ഗെയിം സ്പേസ് വേണോ, എത്ര കാറുകൾക്ക് വേണ്ട പാർക്കിംഗ് ആവശ്യമുണ്ട് എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഇതിന്റെ എല്ലാം വലുപ്പങ്ങൾ തീരുമാനിക്കേണ്ടത്. പ്ലോട്ട് സൈസ്, ഷേപ്പും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ബജറ്റും ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഘടകങ്ങളാണ്. റൂമുകളുടെ അളവുകൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? അതാണ് ഏറ്റവും പ്രധാനം. ഉദാഹരണത്തിന് ഒരു ബെഡ്റൂം ആണെങ്കിൽ അവിടെ കിടക്കുന്ന ആളുകളുടെ പ്രായം, എണ്ണം, കുട്ടികളടക്കം എത്ര പേരുണ്ടാവും, അതനുസരിച്ച് വേണം ആ കട്ടിലിന്റെ സൈസ് തീരുമാനിക്കാൻ. അങ്ങനെ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ ആ കട്ടിലിന്റെ 2 സൈഡിലൂടെയും നടക്കുവാനും ക്ലീൻ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വേണം. അതുപോലെ വാർഡ്രോബ് വേണമെങ്കിൽ അത് എത്ര സൈസ് വേണം എന്നുള്ളത്, അതിന്റെ ഡോറുകൾ തുറക്കുവാനുമുള്ള ഫ്രീ സ്പേസ് ആവശ്യമാണ്. ബെഡ്റൂമിൽ TV വെക്കുന്നുണ്ടോ, അതിന്റെ കൂടി വലിപ്പം കണ്ടെത്തണം. അതുപോലെ ജനലും വാതിലും പ്ലേസ് ചെയ്യുന്നതിന്റെ അനുസരിച്ചാണ് ആ റൂമിന്റെ വലിപ്പം, ആ ബെഡ്റൂമിന്റെ വലിപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത്. ഡൈനിങ് റൂം ആണെങ്കിൽ ആ വീട്ടിൽ മൊത്തം എത്ര ആളുകളുണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നാൽ എത്ര ആളുകൾ ഉണ്ടാവും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഡൈനിങ് ടേബിളിന്റെ സൈസ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ഡൈനിങ് റൂമിൽ വാഷ് ഏരിയ ഉണ്ടോ, അതുണ്ടെങ്കിൽ ഒരു വാഷ് ബേസിൻ മാത്രമാണോ, ഒരു വാഷ് കൗണ്ടർ കൂടി വേണോ, ആ വാഷ് കൗണ്ടറിന്റെ സൈസ് എത്ര വേണം, അതുപോലെ ക്രോക്കറി യൂണിറ്റോ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ ഉണ്ടോ, ഇതെല്ലാം അടിസ്ഥാനത്തിലാണ് ഈ ഡൈനിങ് റൂമിന്റെ വലുപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത്. ലിവിംഗ് റൂം അല്ലെങ്കിൽ ഹാള്, അതിന്റെ വലിപ്പം തീരുമാനിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ വീട്ടുകാർക്ക് സാമൂഹിക ബന്ധം അനുസരിച്ച് അവരുടെ വീട്ടിൽ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, എപ്പോഴും പല കൂടിവരവുകളും ഉണ്ടെങ്കിൽ അതിന് കണക്കായി എത്ര വലിപ്പം വേണമെന്നുള്ളതിനെ ആശ്രയിച്ചാണ് ലിവിംഗ് റൂമിന്റെ വലിപ്പം തീരുമാനിക്കേണ്ടത്. അടുക്കളയുടെ കാര്യത്തിൽ പൊതുവെ പറയുന്നത് ബെഡ്റൂമുകളേക്കാൾ ചെറുതായിരിക്കണം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു നിയമം നമ്മൾ വെക്കാൻ പാടുണ്ടോ? അവിടെയും നമ്മുടെ ആവശ്യങ്ങളാണ് പ്രധാനം. അവിടെ ഐലൻഡ് കിച്ചൺ വേണോ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണോ, മിനി ഡൈനിങ് ഏരിയ വേണോ,
അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വേണോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലുപ്പം കൂടും. ഇപ്പോഴും അടുക്കള ഒരു ഫാമിലി റൂമും സ്റ്റഡി റൂമുമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരക്കുകളുള്ള മാതാപിതാക്കളാണെങ്കിൽ, അല്ലെങ്കിൽ മാതാവോ പിതാവോ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ രാവിലെ ജോലിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പോകാൻ തിരക്കുള്ള ആളുകൾ അടുക്കളയിൽ ഇരുത്തിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ട ഹോംവർക്കും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അടുക്കളയ്ക്ക് സ്വാഭാവികമായി വലുപ്പം കൂടും. നമ്മൾ ഒരിക്കലും മാത്രം നമ്മുടെ പണം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഒരു വീട്. അപ്പൊ അത് നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം. സ്റ്റെയർ കേസ് നേരത്തെ പറഞ്ഞ പോലെ 1 മീറ്റർ ഉള്ള സ്റ്റെയർ കേസ് 72 സെന്റിമീറ്റർ ആക്കി കുറിച്ചു. ഈ സ്റ്റെയർ കേസ് എന്തിനാണ്? ആളുകൾക്ക് വെറുതെ കയറുവാനും ഇറങ്ങാനും മാത്രമുള്ളതാണോ? ഒരിക്കലുമല്ല. അതിലെ പല ഫർണിച്ചറും പല സാധനങ്ങളും കയറ്റുവാനും ഇറക്കുവാനും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതിന് പരമാവധി സ്ഥലസൗകര്യം സ്റ്റെയർ കേസിന് ആവശ്യമാണ്. ഈ സ്റ്റെയർ കേസിന് മറ്റൊരു കാര്യമുണ്ട്. ഈ സ്റ്റെയർ കേസിൽ റെയിലിംഗ്സ് ഉണ്ടാകുന്നു. റെയിലിംഗ്സ് സ്റ്റെപ്പിന്റെ ഒരു അറ്റത്താണ് ഉണ്ടായിരിക്കുക. സ്റ്റെപ്പുകൾ ഒരു ഭാഗം ഭിത്തിക്കുള്ളിലും ഒരു ഭാഗം അന്തരീക്ഷത്തിൽ പുറത്തുമായിരിക്കും ഉണ്ടാകുക. അപ്പൊ അതിന്റെ അറ്റത്ത്, ഏറ്റവും അറ്റത്ത് ഈ റെയിലിംഗ്സിന്റെ കാലുകൾ പിടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഒരു 2-2.5 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ടായിരിക്കും ചെയ്യുക. അതിന്റെ മേലെയാണ് നമ്മൾ കൈ പിടിക്കുന്ന ആ റെയിലിംഗ്സ് പോവുക. ഈ സ്റ്റെയർ കേസ് എത്ര വീതിയാണോ ഉള്ളത് അതിൽ നിന്നും മിനിമം ഒരു 10 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ എങ്കിലും ഉള്ളിലേക്ക് ആയിരിക്കും നമുക്ക് വാക്കബിൾ ഏരിയ അല്ലെങ്കിൽ യൂസബിൾ ഏരിയ ഉണ്ടാകും. അപ്പോൾ ഈ 72 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 10-12 സെന്റിമീറ്റർ പോയി കഴിഞ്ഞാൽ വെറും 60 സെന്റിമീറ്റർ, അതായത് 2 അടി മാത്രമാണ് വാക്കബിൾ ഏരിയ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ സ്റ്റെയർ കേസ് നിർമ്മാണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ എല്ലാ പ്രൊജക്ടുകളിലും ഞങ്ങൾ 1 മീറ്ററാണ് കൊടുക്കുന്നത്. റെയിലിംഗ്സിന്റെ പണി കഴിഞ്ഞാൽ 90 സെന്റിമീറ്റർ 3 അടി എത്രയായാലും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഏരിയ കിട്ടും. വീടുകൾ റെനോവേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, വർഷങ്ങളായി അവിടെ താമസിച്ചിരുന്ന വീട്ടുകാർ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ആളുകൾ റിനോവേഷൻ ചെയ്യുന്നത്. ഈ അളവുകളൊക്കെ മേൽപ്പറഞ്ഞ ആളുകൾ പറഞ്ഞു കൊടുത്ത അളവുകൾ അണുവിട വ്യതിചരിക്കാതെ ചെയ്ത സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ 10, 30, 40, 50 വർഷമായ വീടുകൾ വരെ ഇപ്പം റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. നിലവിലിപ്പോ ഒരു 5 ബെഡ്റൂമുകളുള്ള ഒരു 3000 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു 30-35 വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ ഒരു റിനോവേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിലെ ഒരു ബെഡ്റൂമിന്റെ സൈസ് 7 അടി 9 ഇഞ്ചും 8 അടി 6 ഇഞ്ചുമാണ്. മറ്റൊന്ന് 7 അടി 9 ഇഞ്ചും 10 അടി 6 ഇഞ്ചുമാണ്. കിച്ചണും ഡൈനിങ് ഏരിയയും നീണ്ടു കിടക്കുന്നതാണ്. അത് 7 അടി 4 ഇഞ്ചും 20 അടി നീളവുമാണ്. ഈ അളവുകളൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു രീതിയിൽ ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ എത്ര വർഷത്തോളം വീർപ്പുമുട്ടിയാണ് അവർ കഴിഞ്ഞിരുന്നത് എന്ന്. ഇതുപോലുള്ള വീടുകൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ പല ഭിത്തികളും എടുത്തു മാറ്റി ആവശ്യത്തിനുള്ള സ്പേസുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് റിനോവേഷൻ ചെയ്യുന്നത്. ആളുകൾക്ക് പിന്നീട് മനസ്സിലാവും ഈ അളവുകളല്ല തങ്ങളുടെ ആവശ്യമാണ് വലിപ്പം നിർണ്ണയിക്കേണ്ടത് എന്ന്. ആചാരപ്രകാരം ഇന്ന അളവുകളാണ് ഓരോ റൂമുകൾക്കും വേണ്ടതെന്ന് ബഹുഭൂരിപക്ഷം ആളുകളും എല്ലാ മതത്തിലുള്ള ആളുകളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് അളവുകൾ എന്ന് പറയുന്നത് വീടുകൾക്കില്ല, അല്ലെങ്കിൽ വീടുകളുടെ റൂമുകൾക്കില്ല. അത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഈ അളവുകൾ ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബെഡ്റൂമിൽ എത്ര പേരുണ്ടായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് റൂമിന്റെ വലുപ്പം കൂടുന്നതെന്ന്. അവിടെ വരുന്ന ഫർണിച്ചറിന്റെയും ആളുകളുടെ എണ്ണത്തിന്റെയും കാര്യമാണ് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ വീടിന്റെ ജനലുകളെല്ലാം അടച്ചിട്ടിട്ടാണ് കിടക്കുക. പല സെക്യൂരിറ്റി പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഒരു വിൻഡോ വരെ തുറന്നിടുകയില്ല. അടച്ചു പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനും നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനേക്കാളും വെയിറ്റ് കൂടിയതായതുകൊണ്ട് അത് റൂമിന്റെ താഴേക്കായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുക. കട്ടിലയിൽ കിടക്കുന്നത് ഏകദേശം ഒരു 45 സെന്റിമീറ്റർ 1.5 അടി ഉയരത്തിലായിരിക്കും. അപ്പോ ആ ഏരിയയിലായിരിക്കും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഡിപ്പോസിറ്റ് ആകുന്നത്. നമ്മുടെ ജനലിന്റെ ഒക്കെ സില്ലുവിന് 75 അല്ലെങ്കിൽ 80 സെന്റിമീറ്റർ ഹൈറ്റിലാണ്. അപ്പൊ അത് അടച്ചിടുകയും ചെയ്ത് കഴിയുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും നമ്മൾ ശ്വസിക്കുക കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഉറക്കം ശരിയാകാത്തതും പകല് മുഴുവൻ ക്ഷീണം ഉണ്ടാകുന്നതും ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ റൂമുകൾ അടച്ചിടേണ്ട ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് റൂമുകളുടെ വലിപ്പം കൂട്ടുക മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ബെഡ്റൂമുകളൊക്കെ വലിയ വലിപ്പത്തിൽ ചെയ്യുന്നത്. ഇക്കാലയളവിൽ ഒരേ ഒരു വീട്ടിലാണ് ബെഡ്റൂമിന്റെ പുറത്തേക്കുള്ള ഭിത്തികളിൽ ഫ്ലോറിൽ നിന്ന് 1 അടി ഉയരത്തില് 4 ഇഞ്ചിന്റെ ഹോൾസ് കിട്ടുന്നത്. അപ്പൊ അത് ആ വീട്ടുകാരോട് ചോദിച്ചു, ഇപ്പോഴത്തെ പുതുതലമുറയോട് ചോദിച്ചു, ഇത് എന്തിനാണ് ഈ ഹോൾസ് ഇട്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. യഥാർത്ഥത്തില് അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകാനായിട്ട് പൂർവികർ ചെയ്തു വെച്ചിരുന്ന ഒരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. ബെഡ്റൂമിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുവാനോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുവാനുള്ള ടിപ്പുകൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. റൂമുകളുടെ അളവുകൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ബജറ്റും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. കഴിഞ്ഞ വർഷം വന്ന ആ വ്യക്തിയെ പോലെ മറ്റുള്ളവർ തീരുമാനിക്കുന്ന അളവിലല്ല വീടുകൾ പണിയേണ്ടത് എന്ന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റിനോവേഷനുകളെല്ലാം കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീട് നിർമ്മിക്കാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
അല്ലെങ്കിൽ ഇത് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അറിവുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വരാം. വീഡിയോ കണ്ടതിന് നന്ദി.